കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് നഷ്ടപ്പെട്ട ആട്. ഞാൻ ഇന്നൊരു ആട്ടിടയൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഒരിടത്തൊരു ആട്ടിടയൻ ഉണ്ടായിരുന്നു. അവന് 100 ആടുകളും ഉണ്ടായിരുന്നു. ആട്ടിടയൻ തൻ്റെ ആടുകളെ സ്വന്തം ജീവനേക്കാൾ അധികം സ്നേഹിച്ചിരുന്നു. എന്നും പ്രഭാതത്തിൽ അവരെ പച്ച പുൽമേടുകളിൽ തീറ്റുവാൻ കൊണ്ടുപോയിരുന്നു. ആട്ടിടയൻ അവർക്ക് ദാഹിക്കുമ്പോൾ തെളിഞ്ഞ ജലാശയവും കാണിച്ചു കൊടുത്തു. അങ്ങനെ ആട്ടിടയൻ അവരെ വളരെ നന്നായി പരിപാലിച്ചു. അവരങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ ഒരു ആട്ടിൻകുട്ടി കൂട്ടം തെറ്റിപ്പോയി. ഇതറിഞ്ഞപ്പോൾ ആട്ടിടയന് വളരെ സങ്കടമായി. അവൻ ബാക്കി എല്ലാ ആടിനെയും മലമുകളിൽ വിട്ടിട്ട് കൂട്ടം തെറ്റിയ ആടിനെ അന്വേഷിച്ചു പോയി. അവൻ പല സ്ഥലങ്ങളിലൂടെയും ആട്ടിൻകുട്ടിയെ തേടി നടന്നു. അവസാനം അവൻ ആട്ടിൻകുട്ടിയെ കണ്ടെത്തിയപ്പോൾ സന്തോഷത്തോടെ അവനെ വിളിച്ചു. ഒടുവിൽ അതിനെ കണ്ടുമുട്ടിയപ്പോൾ ആ ആട്ടിൻകുഞ്ഞിനെ തോളിലെടുത്ത് വളരെ സന്തോഷിച്ചു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ കഥയിലെ ആട്ടിടയനാണ് നമ്മുടെ യേശുക്രിസ്തു. ആടുകൾ നാം ഓരോരുത്തരുമാണ്. നമ്മളിൽ ഒരാൾ പോലും വഴിതെറ്റി നശിച്ചു പോകുവാൻ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവിടുന്ന് നമ്മെ അത്ര അധികമായി സ്നേഹിക്കുന്നു.